ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു. കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു നിമിഷം സുഹേൽ, ഇപ്പോൾ താജ് ആലുവ വിദേശകാര്യ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ താജ് ആലുവ, കാര്യങ്ങളെല്ലാം ഇതുവരെ ഓക്കെയാണ്. ഇപ്പോൾ വാർ ക്യാബിനറ്റിനൊപ്പം സമ്പൂർണ്ണ മന്ത്രിസഭയും സമ്മതം മൂളിയിരിക്കുന്നു. ഇനി ആദ്യഘട്ടം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇനിയും എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ മുന്നിലുള്ളതായി തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ നാളത്തെ പൊൻപുലരി സമാധാനത്തിൻ്റെയും വെടിയുച്ച നിലക്കുന്നതിൻ്റെയുമാണ്. അപ്പോൾ ഈ ബന്ദി കൈമാറ്റം അത് എങ്ങനെ പൂർത്തിയാക്കും രണ്ട് പക്ഷങ്ങളും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ശ്രീതാജ്, അതായത് ഹമാസ് കൃത്യമായി പ്രത്യേകിച്ച് ഇസ്രായേലി സൈന്യം ഇപ്പോഴും ബോംബിംഗ് തുടരുകയാണ്. അപ്പൊ ആ ഒരു കൃത്യമായ ഒരു സമാധാന അന്തരീക്ഷം പുലർന്നാൽ മാത്രമേ ബന്ദി കൈമാറ്റം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ എന്നത് ഹമാസ് കൃത്യമായി വാൺ ചെയ്തതാണ്. പക്ഷേ ഈവൻ ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ ഓരോ ദിവസവും ഏതാണ്ട് 200-ലധികം ആളുകൾ ഇതുവരെയായി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരമായ ബോംബിംഗ് ഇസ്രായേൽ തുടരുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തെ അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അതായത് ബോംബിംഗ് നിർത്തുക. സീസ് ഫയർ എന്ന് പറയുന്നത് കൃത്യമായി നടപ്പിൽ വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും ഒരു സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബന്ദിമോചനം സാധ്യമാവുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. രണ്ടാമതായി, ഇപ്പോഴും ഇസ്രായേലി വാർ ക്യാബിനറ്റും അതുപോലെ സുരക്ഷാ ക്യാബിനറ്റും ഒക്കെ ഇത് അംഗീകരിച്ചെങ്കിലും, ബന്ദി കൈമാറ്റം അംഗീകരിച്ചെങ്കിലും ഇപ്പോഴും പലതരത്തിലുള്ള എതിർപ്പുകൾ ഇസ്രായേലി സൊസൈറ്റിയിലുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള അത്തരം തീവ്ര പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഔപചാരികമായി ഈ കരാർ നടപ്പിൽ വരും. പക്ഷേ അതേ സന്ദർഭം ഇതിനെ പലതരത്തിൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സിവിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇത്തരം തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഉദാഹരണത്തിന് 600 ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളും മരുന്നും അതുപോലെ മറ്റ് അത്യാവശ്യ വസ്തുക്കളുമായി ഇവിടെ പ്രവേശിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ഇതിന് മുമ്പ് തന്നെ നേരത്തെയുള്ള ഒരു സീസ് ഫയറിൽ അത്തരം ഭക്ഷണ സാധനങ്ങളുമായിട്ട് വരുന്ന ട്രക്കുകളെ തടയുകയും അതിനെ ഫിസിക്കലി അതിന്റെ ആളുകളെ അസോൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ആ അർത്ഥത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യ വസ്തുക്കളുമായി വരുന്ന ട്രക്കുകൾ തടഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ ഈ സീസ് ഫയർ പ്രഖ്യാപനം നടപ്പിലാകുന്നതിന് സ്മൂത്തായി നടപ്പിലാകുന്നതിന് തടസ്സമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രഖ്യാപനം ഉണ്ടായി ഇതിനെ സ്വാഗതം ചെയ്തത്. തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന, പ്രത്യേകിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നല്ലോ ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, യുദ്ധത്തിന്റെ ലക്ഷ്യം തന്നെ. അത് സാധിക്കാതെ വന്നതിലുള്ള നൈരാശ്യം പല രൂപത്തിൽ ഇസ്രായേലി സൊസൈറ്റിയിൽ പ്രകടമാകുന്നുണ്ട്. ഫലസ്തീനികളാകട്ടെ ഇതിന് വളരെ ആവേശത്തോടെ, അത്യാഹ്ലാദത്തോടെ, ഹർഷാരവത്തോടെ സ്വീകരിച്ചു. അവർ വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്ന ആളുകൾ, അതുപോലെ മറ്റ് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരവരുടെ ഭൂമികളിലേക്ക് മടങ്ങുന്നു, അവരുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണ് പ്രധാനമാണ് എന്ന് പറയുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളും ഈ സീസ് ഫയർ പ്രഖ്യാപനത്തിൽ അതിന്റെ ആദ്യഘട്ടത്തിൽ വരാത്ത പല സ്ഥലങ്ങളിലേക്കും അവർ മടങ്ങിയാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അതും വളരെ സുപ്രധാനമാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ വിക്ഷേപിച്ച ബോംബുകളും അതുപോലെ പല രൂപത്തിൽ മൈനുകൾ അടക്കമുള്ള പല സംഗതികളുണ്ട്. അതൊക്കെ ഏതർത്ഥത്തിൽ ഈ തിരിച്ചു വരുന്ന ഫലസ്തീനികളുടെ അവരുടെ സുരക്ഷയെ അതെങ്ങനെ ബാധിക്കും, അത് അത്തരം വിഷയങ്ങൾ തീർച്ചയായും ഒരു ദശാബ്ദം മുഴുവൻ നീക്കിയാൽ തീരാത്തത്രയും സ്ഫോടക വസ്തുക്കൾ അവിടെ പരന്നു കിടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ താജ്, ഇവിടെ ഉടമ്പടി പ്രകാരം നാളെ 3 ബന്ദികളെ ഹമാസ് വിട്ടയക്കാൻ പോകുന്നു. അത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ അതിശയം നിറഞ്ഞൊരു സംഗതിയായിരിക്കും. കാരണം ഗസയുടെ ഒരു മുക്കുമൂലകളിലും IDF എത്താത്തൊരിടമില്ല എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ഗസയുടെ സകല തുരങ്കങ്ങളും അവരുടെ ഒളിത്താവളങ്ങളെല്ലാം തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും എവിടെയാണ് ഇത്രയും നാൾ ഈ ബന്ദികളെ ഒളിപ്പിച്ചു പാർപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴുമുണ്ട്. എവിടെ നിന്നായിരിക്കും ഈ ബന്ദികളെ പുറത്തു കൊണ്ടുവരിക? ഇത്രയും നാൾ അവരെ എങ്ങനെ അവരുടെ ജീവൻ നിലനിർത്തി ഹമാസ്? അവർക്ക് ഭക്ഷണവും മറ്റു മാർഗങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് എങ്ങനെ അവരുടെ ജീവൻ നിലനിർത്തി എന്നൊക്കെയുള്ള ചോദ്യത്തിന് നാളെ ഉത്തരമാവാൻ പോവുകയാണ്. അപ്പോൾ ഈ 3 ബന്ദികളുടെ കാര്യത്തിൽ, ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ കാര്യത്തിൽ എന്തുറപ്പാണ്? നമുക്കിപ്പോൾ അവരെ കണ്ടാൽ മാത്രമേ
അവർ ജീവനോടെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രമല്ലേ ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാനാകൂ? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെ ഈ അർത്ഥത്തിലാണ്. അതായത് ഈ വളരെ സുരക്ഷിതമായി, വളരെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഇത്രയും ബന്ദികളെ ഇത്രയും കാലം സുരക്ഷിതമായി അവിടെ പാർപ്പിച്ചു. പലതരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വാൺ ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പല ബന്ദികളെയും അവരുടെ വധത്തിന് കാരണമാകുന്നുണ്ട്, അവർ പലരും ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ അവർ വാൺ ചെയ്തെങ്കിലും ആ ഒരു ഘട്ടം ശരിക്കും എങ്ങനെയാണ് ഹമാസ് തരണം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ തീർച്ചയായും അവരുടെ മാത്രം വിവരമാണ്. നമുക്കറിയാം, അത് വളരെ രഹസ്യമായ, അതീവ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമല്ല. പക്ഷെ എന്നാൽ പോലും വാസ്തവത്തിൽ ഹമാസ് ഇതിനെ ആഘോഷിക്കുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം തന്നെ അതാണ്. കാരണം നോക്കൂ, ഇതിനു മുമ്പ് ഗിലാദ് ഷലീത്ത് എന്ന് പറയുന്ന ഇസ്രായേലി പട്ടാളക്കാരനെ ഏതാണ്ട് 3 വർഷത്തോളം അവര് വളരെ രഹസ്യമായി പാർപ്പിക്കുകയും ആ ഒരൊറ്റ പട്ടാളക്കാരന് വേണ്ടി 1100-ൽ പരം ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്ത ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ വിജയം അവർ വാസ്തവത്തിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കാരണം അതാണ് വാസ്തവത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള ഏക തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധ്യമായത് യുദ്ധം ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും പല ഇസ്രായേലി സൈനികർക്കെതിരെയും അവർ ഓപ്പറേഷൻ നടത്തിയത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ, ആ 2 ആഴ്ചക്കുള്ളിൽ 15 ഇസ്രായേലി സൈനികരെ വധിച്ചു. അതും പ്രത്യേകിച്ച് ബെയ്ത് ഹാനൂൻ എന്ന് പറയുന്ന ഇസ്രായേലി സൈന്യം ഇതിന്റെ ഒന്നാമത്തെ ഗസ ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം 1-ാമത്തെ ദിവസങ്ങളിൽ തന്നെ കീഴടക്കിയ പ്രദേശമാണ് ബെയ്ത് ഹാനൂൻ. പക്ഷെ അവിടെ പോലും ടണലുകളിൽ നിന്ന് ഇടക്ക് പൊന്തി വന്ന് ഇസ്രായേലി സൈനികരെ ഒളിയാക്രമണങ്ങളിലൂടെ, ഗറില്ല പോരാട്ടങ്ങളിലൂടെ അവർ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അത്രത്തോളം വിശാലമായ ഒരു ടണൽ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇസ്രായേലി സൈന്യത്തിന്റെയും അമേരിക്കൻ ചാരവിമാനങ്ങളുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാനും വസ്തുക്കൾ ഒളിപ്പിച്ചു വെക്കാനും ഒക്കെയുള്ള അവരുടെ ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ബന്ദികളെയും അവര് ഇതുവരെ സൂക്ഷിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ഈ സീസ്ഫയറിന് ശേഷം ഞങ്ങൾക്ക് സമയം വേണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രഹസ്യങ്ങൾ പുറത്തു വരാതെ വേണം ഈ ബന്ദികളെ, ഈ പറയുന്ന 3 ബന്ദികളെ ആദ്യമേ തന്നെ മോചിപ്പിക്കണമെങ്കിൽ അവരെവിടെയാണ് പാർപ്പിച്ചിരുന്നത്, അവരെങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ, ഇനി ബാക്കിയുള്ള ബന്ദികൾ എവിടെയാണുള്ളത്, ഇത്തരം ഒരു വിവരവും പുറത്തു പോകാതിരിക്കാനുള്ള വളരെ ശക്തമായ ഒരു ഭദ്രമായ ഒരു പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം വിവരങ്ങളൊന്നും പുറത്തു വരാതിരിക്കുന്നത്. എന്തായാലും അത്തരം ഒരു സംഗതിക്ക് ഹമാസിന് കഴിയുന്നു, അത് അവർ വിജയിപ്പിച്ചെടുത്തു എന്നത് തന്നെയാണ് ഈ ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ ഇത്ര ശക്തമായ യുദ്ധം നടത്തിയിട്ടും അമേരിക്കയുടെ ഇത്ര ശക്തമായ സപ്പോർട്ടും അതുപോലെ സാങ്കേതിക വിദ്യ, AI സാങ്കേതിക വിദ്യയൊക്കെ ഏറ്റവും അധികം പ്രയോഗിക്കപ്പെട്ട ഒരു യുദ്ധമാണിത്. അത്രയും ഒരു ഘട്ടത്തിൽ പോലും ഒരു വിവരവും പുറത്തു പോകാതെ അതിനെ വളരെ സമർത്ഥമായി അത് ഉപയോഗിച്ചു എന്നത് തന്നെയാണ് ഹമാസിന്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. നോക്കൂ, 418 ദിവസം അവരിത്രയും പിടിച്ചു നിൽക്കുന്നു എന്നത് തന്നെ ഈ പറയുന്ന പ്ലാനിങ്ങിന്റെയും ഇത്രയും ഒരു സ്ട്രാറ്റജിയുടെയും വിജയമാണ്. അതാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അത് തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് ഇപ്പൊ ഇസ്രായേലിന്റെ യുദ്ധത്തിന് ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഇനി ഒരു ആക്രമണം ഗസയിൽ നിന്ന് ഉണ്ടാകരുത് എന്നതായിരുന്നു. പക്ഷെ ഗസയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും ഇപ്പോൾ ഇസ്രായേലിന് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഹമാസിന്റെ ഈ ശ്രമങ്ങൾ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.